മധ്യ കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ ബജറ്റിൽ എന്നറിയാൻ ലാൽകൃഷ്ണൻ കൂടി ചേർന്ന്. ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ പ്രധാനമായിട്ടും ഈ ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അമിത നികുതി ഭാരങ്ങളിൽ വലിയൊരു ഇടവ് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ളവർ പോലും സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാൽ പോലും സംസ്ഥാനത്തെ നിലവിലുള്ള സ്ഥിതികളിൽ നിന്ന് മാറ്റം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു ജനകീയ പദ്ധതി അല്ലെങ്കിൽ ഒരു ജനകീയ ആഭിമുഖ്യം എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ സെസ്സുകളുടെ ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും എറണാകുളം ജില്ല അല്ലെങ്കിൽ മധ്യ കേരളത്തെ സംബന്ധിച്ച് നിലവിലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് വ്യവസായ മേഖലയിലുള്ള ഒരു വലിയ രീതിയിലുള്ള നികുതിയിൽ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ്. അത് സിനിമാ മേഖലയിൽ, ചലച്ചിത്ര മേഖലയിൽ, എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ, അതോടൊപ്പം വലിയ വൻകിട ചെറുകിട വ്യവസായ മേഖലയിൽ അടക്കം ആ ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം കാർഷിക മേഖലയിലും അതോടൊപ്പം വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലയ്ക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ മേഖലയുടെയും അതോടൊപ്പം തനത് വ്യവസായം, പരമ്പരാഗത തനത് വ്യവസായത്തിനെ കൈപിടിച്ചുയർത്തുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ആ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് പ്രധാന പ്രതീക്ഷ വരുന്നത്. ടൂറിസം മേഖലയാണ് മധ്യ കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായി വരുന്ന മറ്റൊന്ന്. ആ ടൂറിസം മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ നിലനിൽക്കുന്ന നികുതിയിലടക്കം ചെറിയ രീതിയിലുള്ള ഇളവുകൾ കൊണ്ടുവന്നാൽ അത് മേഖലയെ സഹായിക്കും എന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആദ്യ ബജറ്റിൽ തന്നെ വലിയ രീതിയിലുള്ള ഇളവുകൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധരടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും വ്യാവസായിക ഇടനാഴികൾ തുറന്നുകൊണ്ട് കൂടുതൽ പദ്ധതികൾ മധ്യ കേരളത്തിൽ ആസൂത്രണം ചെയ്യുക, ടൂറിസം മേഖലയ്ക്കടക്കം ഇത്തരത്തിലുള്ള വ്യാവസായിക സർക്യൂട്ടുകൾ ആസൂത്രണം ചെയ്യുക എന്നതായിരിക്കും പ്രധാനമായിട്ടും വരുന്നത് എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിദ്യാഭ്യാസ മേഖല, വ്യവസായ മേഖല, കാർഷിക മേഖല എന്നിവ തരം തിരിച്ചുകൊണ്ട് ആ മേഖലയ്ക്ക് ഉതകുന്ന രീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് സംസ്ഥാനത്തിൻ്റെ വരുമാന വർധനവിന് ആവശ്യമായ ഓരോ ഘട്ടങ്ങളിലേക്കുള്ള നീക്കുപോക്കുകളായിരിക്കും ആദ്യ ബജറ്റിലെ പ്രതീക്ഷയായി മധ്യ കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.